പ്രിയങ്ക ചോപ്ര എത്ര കാലായി ഹോളിവുഡ് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതുവരെ ഒരു നല്ല സിനിമ സമ്മാനിച്ചിട്ടില്ല. 4-5 പടമായി. ഞാൻ വിചാരിച്ചു ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന സിനിമ ആ ഒരു തലവര അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റസ് മാറ്റുന്നു. പക്ഷെ എവിടെ? ഹെഡ്സ് ഓഫ് സ്റ്റേറ്റും ഒരു ടിപ്പിക്കൽ യൂഷ്വൽ ഹോളിവുഡ് ആക്ഷൻ ത്രില്ലർ സോണിൽ തന്നെയായിട്ട് മാറി. ആദ്യത്തെ അരമണിക്കൂർ ഭയങ്കര പ്രോമിസിംഗ് ആയിരുന്നു. വെരി മച്ച് ഫൺ, വെരി എന്റർടൈനിങ്. അപ്പൊ ഞാൻ ഒരു നിമിഷം വിചാരിച്ചു പോയി, കഴിഞ്ഞ മാസം ആമസോൺ MGM സ്റ്റുഡിയോസ് ഡീപ് കവർ എന്ന കിടലൻ ഫൺ സിനിമ തന്ന പോലെ തന്നെ ഇതും ഒരു ഫൺ എന്റർടൈനിങ് ആക്ഷൻ പടം തന്നെ ആയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ വിചാരിച്ചു, പടം കൈവിട്ടു പോയി. ജോൺ സീന, ഇഡ്രിസ് എൽബ, ഈ രണ്ട് ക്യാരക്ടേഴ്സ് ആണ്, രണ്ട് വേൾഡ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണ്. ഇവരാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. ഇവരുടെ ഫൺ മൊമെന്റ്സ്, കെമിസ്ട്രി അത്യാവശ്യം സൂപ്പർ ആയിട്ട് കുറെ എന്റർടൈനിങ് മൊമെന്റ്സ് സമ്മാനിച്ചിട്ടുണ്ടായി. പ്രിയങ്ക ചോപ്ര ഒരു ടോട്ടൽ മിസ്ഫിറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു ടിപ്പിക്കൽ MI6 ഏജന്റ് തന്നെ. ഈ സിനിമയിൽ ക്യാരക്ടേഴ്സ് എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ കയറി വരും. ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ പോലും തരുന്നില്ല. പിന്നെ ഒരു ലോജിക്കൽ സിനിമ ആയതുകൊണ്ട് നമുക്ക് അത് അന്വേഷിച്ച് പോകാൻ പറ്റില്ല. ആ ഒരു റൈഡിൽ കയറി ഇരുന്നു പോയി. പിന്നെ റൊമാൻറ്റിക് സപ്ലോട്ട് ഉണ്ട്. വെറുതെ അനാവശ്യമായിട്ട് കുത്തിക്കയറ്റി ഒരു ക്രിഞ്ച് സീൻസ് ഒക്കെ ആയിരുന്നു അത്. പിന്നെ ഒരു വില്ലൻ, അത് പിന്നെ പറയേ വേണ്ട, പരമ വേസ്റ്റ് ആയിരുന്നു. റൈറ്റിംഗ് ഇത്രയും ഷോക്ക് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഡയറക്ടറിനൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഡയറക്ടറിന് തൊട്ട് മുന്നത്തെ സിനിമയായ നോബഡി അത് കണ്ടു നോക്കുക. അത് കിടിലം പടമാണ്. ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആണ്. സോ ഈ പടത്തിന് അരമണിക്കൂറിന് ശേഷം നോക്കിയേ വേണ്ട, പടം കംപ്ലീറ്റ്ലി കൈവിട്ടു പോയ അവസ്ഥ തന്നെയായിരുന്നു. വിഷ്വൽസ് സ്ട്രൈക്കിംഗ് ആയിരുന്നു. പിന്നെ VFX ഗ്രേറ്റ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഇതിൽ ഒരു ഫ്ലൈറ്റ് സീക്വൻസ് സൂപ്പർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു പ്രോമിസിംഗ് സ്റ്റാർട്ട് ആയിരുന്നു. പക്ഷെ പിന്നീട് ഒരു ഫോർഗറ്റബിൾ ആക്ഷൻ വെഞ്ചർ ആയിട്ട് തന്നെ മാറി. കാസ്റ്റിന് വേണ്ടി വേണമെങ്കിൽ കാണാം. പ്രൈമിൽ സ്ട്രീമിംഗ് ആണ്.